സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളുടെ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. അവരെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ചുറ്റാൻ കറങ്ങാൻ പോകുമെന്നല്ല കേട്ടോ, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇത് കണ്ടോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് യാർഡിലുള്ള മുന്തിരിത്തോട്ടമാണ് കേട്ടോ. മുന്തിരിത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, രണ്ട് ചുവട് മുന്തിരി വെച്ചിട്ടുള്ളൂ. പക്ഷെ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരുപാട് മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ അവിടെ പോയിരുന്നിട്ട് ഇത് പറിച്ച് തിന്നും. നല്ല മധുരമാണേ. ഇടയ്ക്ക് കുറച്ച് പറിച്ച് വീട്ടിലും കൊണ്ടുവരാറുണ്ട്. അത് സീക്രട്ടായിട്ട് ഇരിക്കട്ടെ അല്ലേ. ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ സീസണാട്ടോ. കുറേ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും അന്നേരം. മുന്തിരിങ്ങ, ആപ്പിൾ, ഓറഞ്ചൊക്കെ അന്നേരം ആട്ടോ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും. ടിസിന് ഈവനിങ് ഡ്യൂട്ടിക്കും പോയി എൻ്റെ അത്യാവശ്യ വീട്ടുപണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെ വിളിക്കാനുള്ള സമയമായി കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ പരിപാടി. കൊണ്ട വിടുക, തിരിച്ച് വിളിക്കാൻ പോവുക. ഇത് തന്നെ. എങ്ങനെയാ സമയം പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇതൊരു ഡെയിലി റൊട്ടീനായിട്ട് മാറും. ഈ ഒരാഴ്ചയും കൂടെ സമാധാനമുണ്ട്. അധികം ഹോംവർക്കുകളൊന്നുമില്ല, കാരണം ഉച്ചവരെയാണല്ലോ ക്ലാസ്സുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞ് ചേട്ടൻ അനിയന് കഥ വായിച്ചു കൊടുക്കുക. ഭയങ്കര ഇമോഷണലായിട്ടിരിക്കണ കണ്ടോ. ഇന്നെന്തായാലും ഓഫൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാര്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇച്ചിരി പെപ്പർ ചിക്കൻ ഉണ്ടാക്കി, പിന്നെ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കറി വെച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പോയെന്ന് തന്നെ പറയാം. എന്നാൽ പിന്നെ പയ്യെ ഇനി കട്ടിലേക്ക് പോവാം, നാളെ ഡ്യൂട്ടി ഉണ്ടേ. അപ്പോൾ ശരി, പിന്നെ കാണാവേ.